അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറബി ഭാഷയെക്കുറിച്ച് തുടക്കത്തിൽ നമ്മൾ പറയുമ്പോൾ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് അറബി മൂന്ന് തരം ഉണ്ട് എന്നുള്ളത്. അറബി ഭാഷയിൽ മൂന്ന് തരം അറബി എന്ന് പറയുന്നത് ഒന്ന് ഫുസ്ഹ അറബിയാണ്. രണ്ടാമത്തത് നമ്മുടെ നാടൻ ഭാഷ എന്ന് പറയും, സംസാര ഭാഷ. മൂന്നാമത്തത് സാധന അറബി, അതായത് ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട ലാംഗ്വേജ്, ആ ഭാഷ. മൂന്ന് തരം അറബിയില് സംസാര ഭാഷ, നാടൻ അറബി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കേരളം എടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണൂർ ആ ഒരു രീതിയിലാണ് സംസാരിക്കുക. കോഴിക്കോടെത്തുമ്പോൾ അതിന്റെ ചെറിയൊരു മാറ്റം വരും. അതുപോലെ അങ്ങോട്ട് പോകുന്തോറും മാറ്റങ്ങൾ ചെറുതായിട്ട് വരുന്നുണ്ട്. ആ ഒരു വ്യത്യാസമാണ് നാടൻ ഭാഷയിൽ കാണുന്നത്. അപ്പൊ സംസാര ഭാഷ, നാടൻ ഭാഷ എന്നൊക്കെ പറയുമ്പം ആ ഒരു സ്ലാങ്ങും വാക്കിന്റെ ഉച്ചാരണമൊക്കെ മാറുന്ന രീതിയിലുള്ള ലാംഗ്വേജിനാണ് പറയാ. രണ്ടാമത്തെ അറബി എന്ന് പറയുമ്പോൾ അത് എഴുത്ത് ഭാഷ, ഈ വാർത്തകൾ ഉപയോഗിക്കുന്ന ഭാഷ, അച്ചടി ഭാഷ എന്നൊക്കെ പറയും. അത് നമ്മളിപ്പോ ഞാനിപ്പോ സംസാരിക്കുന്ന രീതിയൊക്കെ ആ ഒരു ഫുസ്ഹ എന്ന് പറയുന്ന ഗണത്തിൽ പെടുന്ന ഒരു ഭാഷ, ഒരു സ്റ്റൈലാണ്. അതുള്ള കുറച്ച് നല്ല രീതിയിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലൊക്കെ വരുന്ന ലാംഗ്വേജ് ആണ് എഴുത്ത് ഭാഷ, അതായത് ഫുസ്ഹ എന്നുള്ളത് എന്ന് പറയാം. അൽ ജസീറ എന്നൊക്കെ പറയുന്ന ചാനലുകളൊക്കെ ഉപയോഗിക്കുന്ന വാർത്ത പറയാനും വാർത്ത എഴുതി കാണിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഫുസ്ഹയാണ്. അതുപോലെ മൂന്നാമതായിട്ട് ഉള്ള പുരാതന അറബി, അതായത് അന്ന് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിലും അതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്ന അറബി എന്ന് പറയുന്നത്. അതിന് ശേഷം അങ്ങനെ തന്നെയാണ് കുറെ കാലം. ആ ഒരു അറബി എന്ന് പറയുന്നതാണ് പുരാതന അറബി. ലിസാനൽ അറബ് എന്ന് തന്നെ പറയാം, അതായത് അറബികളുടെ ലാംഗ്വേജ്, ഭാഷ. അത് മാത്രമല്ല ഖുർആന്റെ ഭാഷ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലായിരുന്നു അവതരിക്കപ്പെടുന്നത്. അത് പഴയ കാലത്ത് അറബ് രാജ്യം രണ്ട് വലിയ സാമ്രാജ്യങ്ങൾക്കിടയിലുള്ള ചെറിയൊരു രാജ്യമായിരുന്നു. ആ അറബ് രാജ്യം എന്ന് പറയുന്നത് വളരെ പ്യുവറായിട്ടുള്ള ഭാഷ സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു. പുറമേ നിന്നുള്ള ഭാഷകളൊന്നും മിക്സ് ആവാതെ, ഇന്നിപ്പം നമ്മള് ദുബൈയില്, അബുദാബിയിലൊക്കെ അറബ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് മറ്റ് നാടുകളിൽ നിന്ന് വന്ന ആൾക്കാർ മിക്സ് ആയിക്കൊണ്ട് സംസാരിക്കുന്നത് കേൾക്കാം. അവിടെയുള്ള അറബികൾക്ക് പോലും ഈ പ്യൂർ ആയിട്ടുള്ള അറബി വ്യക്തമായിട്ട് അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഖുർആൻ പെട്ടെന്ന് അങ്ങനെ അർത്ഥത്തിൽ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാൻ കാരണം. ഫുള്ള് കലർന്നു പോയിരിക്കുകയാണ് മറ്റു ഭാഷകളുമായി. അങ്ങനെയുള്ള ആ പ്യൂറായിട്ടുള്ള കലർപ്പില്ലാത്ത ആ അറബിയിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. അത് മാത്രമല്ല ഈ വലിയ സാമ്രാജ്യക്കാര് ഈ അറബ് രാജ്യത്തിന് അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയോ ഇടങ്ങാറാക്കുകയൊന്നും ചെയ്യാറില്ലായിരുന്നു. കാരണം അതിൽ ഏതെങ്കിലും ഇപ്പൊ പേർഷ്യയാണ് ഒരു ഭാഗത്തെങ്കിൽ റോമാണ് മറ്റൊരു ഭാഗത്തെങ്കിൽ പേർഷ്യ കയറി ഇതിലേക്ക് ഇടപെട്ട് ഈ അറബ് രാജ്യത്തെ കീഴടക്കാൻ നോക്കിക്കഴിഞ്ഞാല് അത് അപ്പുറമുള്ള റോമൻ സാമ്രാജ്യത്തിന് അത് പ്രചോദനമായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലായിരുന്നു ആ രാജ്യം കിടന്നത്. അതുകൊണ്ട് അവർക്ക് പുറം രാജ്യക്കാര് മിക്സായിട്ടുള്ള താമസക്കാര് കുറവ് തന്നെയാണ്. അറബി എന്ന് പറയുന്നത് ഒരു കലർപ്പില്ലാത്ത ഭാഷയാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. നമ്മളിനി പഠിക്കാൻ പോകുന്നത് ആ അറബിയെ കുറിച്ചാണ്, പുരാതന അറബിയെ കുറിച്ചാണ്. ആ അറബിയിൽ മേലെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഒരു ബോക്സ്, ഈ ഗ്രീൻ ബോക്സ് എന്ന് പറയുന്നത്, പച്ച ബോക്സ് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് പുരാതന അറബിയാണെങ്കിൽ അതിന്റെ ഒരു ചെറിയ ഭാഗങ്ങളായിരുന്നു ഈ ഫുസ്ഹ എന്ന് പറയുന്നത്, നാടൻ അറബി എന്ന് പറയുന്നത്. ഇനി ഫുസ്ഹ അറബിയും പുരാതന അറബിയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. നമ്മളിപ്പോ നാട്ടില് കേരളത്തിന്റെ വിഷയത്തില് നമ്മൾ പണ്ട് കലക്കിയിട്ടുണ്ട് കേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്തെങ്കിലും ഒരു കുടിക്കാനോ എന്തെങ്കിലും ജ്യൂസോ കലക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് പൊതുവെ സാധാരണ അർത്ഥം ഉണ്ടാവുക. അതായത് കലർപ്പില്ലാത്ത ഭാഷയായിരുന്നു അന്ന്. ഇപ്പൊ പൊളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് പൊളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതും വ്യക്തമായിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ ഉദാഹരണത്തിന് അറബി വാക്കുകൾ, ഇസ്തിമാർ എന്ന വാക്കിന്റെ ഇന്നുള്ള അർത്ഥം എന്ന് പറയുന്നത് കോളനിവൽക്കരണം എന്നായിരുന്നു. അപ്പൊ പണ്ട് ഇതിന്റെ അർത്ഥം വെച്ചിരുന്നത് എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു നിർമ്മിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്ഥാപിക്കുമ്പോഴോ ഒക്കെ എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോ ആ ഒരു വ്യത്യാസം നമ്മളിപ്പോ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അന്നുള്ള അറബി എന്ന് പറയുന്നത് കലർപ്പില്ലാത്ത അറബിയിലായിരുന്നു എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കും.